ചിന്മോയ് കൃഷ്ണദാസ് ബ്രഹ്മചാരിയുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ബംഗ്ലാദേശിൽ വലിയ സംഘർഷ സാധ്യത. ഇപ്പോൾ കൊൽക്കത്തയിലും അഗർത്തലയിലുമൊക്കെ ഇത് സംബന്ധിച്ചുള്ള പ്രത്യാഘാതം ഉണ്ടാകുമെന്ന് ഇന്ത്യ ഭയപ്പെടുന്നു എന്നൊരു സംശയം. അങ്ങനെ സാധ്യതയുണ്ടോ? ഇല്ല, ഇന്ത്യ അങ്ങനെ ഭയപ്പെടുന്നില്ല. ഈ കൽക്കത്തയിലും അഗർത്തലയിലുമുള്ള ബംഗ്ലാദേശ് കോൺസുലേറ്റ്, അതിലെ ഉദ്യോഗസ്ഥന്മാരെ ബംഗ്ലാദേശ് തിരിച്ചു വിളിച്ചിട്ടുണ്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അഗർത്തലയിൽ വലിയ പ്രതിഷേധ പ്രകടനം നടന്നു ബംഗ്ലാദേശ് കോൺസുലേറ്റിന് മുമ്പേ. അപ്പോൾ അവർക്ക് പേടിയുണ്ട്, അവരുടെ ആൾക്കാരെ ഇവിടെ പിടിച്ചു വയ്ക്കുമോ, അവരുടെ കോൺസുൽ ജനറലിനെ ഇവിടെ ജനക്കൂട്ടം വളഞ്ഞു വെച്ചു എന്ന് വെച്ചോ, അവിടെ ചിന്മയ കൃഷ്ണദാസിനെ വിട്ടാൽ ഇയാളെ ഞങ്ങളും വിടാം എന്നൊക്കെ പറഞ്ഞാൽ എന്തു ചെയ്യും? അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാനായിട്ട് ധൃതി പിടിച്ച് അവരെ തിരിച്ചു വിളിച്ചിരിക്കുകയാണ്. ഇങ്ങ് പോരുടെ അവിടെ നിന്ന് കഴിഞ്ഞാൽ അവന്മാരുടെ അവരെന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല എന്നുള്ളത്. ബംഗ്ലാദേശ് വലിയ കുഴപ്പത്തിലാണ്. ഒന്ന് ദാരിദ്ര്യം, രണ്ട് വിലക്കയറ്റം. ബാക്കി ഈ മസിൽ പിടിപ്പിക്കാനൊക്കെ എളുപ്പമാണ്, ആളുകൾക്ക് ശാപ്പാട് കൊടുക്കണ്ടേ? സാമ്പത്തികമായിട്ട് തകർന്നു നിൽക്കുകയാണ്, IMFൻ്റെ സഹായത്തിൽ നിൽക്കുകയാണ്. ഇതുപോലെ നിന്നൊരു കക്ഷിയാണ് ശ്രീലങ്ക, ഇപ്പോൾ ബർമ്മ എങ്ങനെ നിൽക്കുകയാണ്, മ്യാൻമർ. ഇവരൊക്കെ പിച്ചക്കാരായിട്ട് നിൽക്കുക. അരിയില്ല, തുണിയില്ല, വാചകത്തിനൊരു കുറവുമില്ല. അപ്പോൾ ഈ അവസ്ഥയിൽ ബംഗ്ലാദേശിന് എത്ര കാലം നിൽക്കാൻ പറ്റും? സ്റ്റാർവിതം എന്ന് പറഞ്ഞിട്ടൊരു ടെക്നിക്കുണ്ട്. വിശന്ന് വഷളായിട്ട് തോറ്റുപോകും ആൾക്കാർ. നമ്മളുടെ സുവർണക്ഷേത്രത്തിൽ ആക്രമണം നടന്നപ്പോൾ മിലിറ്ററിയോട് പത്രക്കാർ ചോദിച്ചതാണ് ഇങ്ങനെ, സ്റ്റാർവ് ചെയ്യാൻ പാടില്ലായിരുന്നു, സുവർണക്ഷേത്രം വളയുക. 3 ആഴ്ചത്തെ സ്റ്റോക്കേ അവരുടെ കയ്യിലുള്ളൂ അകത്ത് ഭക്ഷണം. 3 ആഴ്ച കഴിയുമ്പോൾ ഓരോരുത്തരായിട്ട് തളർന്ന് വീഴും. പിന്നെ തോക്കെടുക്കാനും പിടിക്കാനും ജീവനുണ്ടാവില്ല. അപ്പോൾ കീഴടങ്ങും. പക്ഷെ അന്ന് ജനറൽ സുന്ദർജി പറഞ്ഞു, ദാറ്റ് വിൽ ബി എ ഫുളിഷ് തിങ് ടു ഡു. കാരണം സുവർണക്ഷേത്രം വളഞ്ഞ് ഞങ്ങൾ 1 മാസം നിൽക്കുന്നു എന്ന് വയ്ക്കുക, ഞങ്ങളെ വളഞ്ഞ് 3 ലക്ഷം സിഖുകാർ ഞങ്ങളുടെ പുറത്ത് നിൽക്കും. പിന്നെ അവരെ കൂടെ വെടിവെച്ചിട്ട് ഈ ഓപ്പറേഷൻ നടക്കുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കുന്ന പോലെ അങ്ങനെ എളുപ്പമല്ല. ബട്ട് ബേസിക്കലി പട്ടിണി ഒരു രാജ്യത്തെ ഇല്ലാതെയാക്കും. ബംഗ്ലാദേശിനെ മിക്കവാറും ഇല്ലാതെയാക്കാൻ പോകുന്നത്, തളർത്തിയിടാൻ പോകുന്നത് പട്ടിണിയാണ്. ശ്രീലങ്ക അങ്ങനെ തളർന്നു, മാൽദീവ്സ് തളർന്നു. മാൽദീവ്സ് ഇവിടെ വന്ന് മോദിയുടെ കാല് പിടിച്ചിട്ട് എൻ്റെ പൊന്നു ചേട്ടാ എന്തെങ്കിലും തരണമെന്നൊക്കെ പറഞ്ഞ് അവസാനം മോദി പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, അവിടുത്തെ എന്തോ 20,000 ഹെക്ടറോ അങ്ങനെ എന്തോ ഭൂമി ടൂറിസത്തിനായിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് താൽക്കാലികമായിട്ട് കൈമാറുക, അതിന് പകരം കുറച്ച് കാശ് തരാം, അതുകൊണ്ട് കഞ്ഞി കുടിച്ചോ എന്നൊക്കെ പറഞ്ഞു. ശ്രീലങ്കയ്ക്കും കുറച്ച് കാശ് നമ്മൾ കൊടുത്തു, $10 മില്യൺ മറ്റോ കൊടുത്തു ശ്രീലങ്കയ്ക്ക്. അല്ലെങ്കിൽ ഇവൻ പട്ടിണിയായിട്ട് ഈ പ്രേതമെല്ലാം കൂടെ ഇങ്ങോട്ട് കയറി വരും. മ്യാൻമർ അവരും പട്ടിണിയില്ല. ഇപ്പോൾ ബംഗ്ലാദേശ് നാഥനുമില്ല, പട്ടിണിയാണ്. അധികം താമസിയാതെ ഇനി കൂടി വന്നു കഴിഞ്ഞാൽ 1 മാസം കൂടെ ബംഗ്ലാദേശിന് ഇത് പിടിച്ച് നിൽക്കാൻ പറ്റും. ട്രംപും കൂടെ വന്നു കഴിഞ്ഞാൽ വളരെ ടഫാകും, അമേരിക്ക വളരെ ടഫാകും. പിന്നെ ആരെ വരെ സഹായിക്കുമെന്നാണ്? ചൈനയോ? ചൈന ഇതുവരെ ബംഗ്ലാദേശിൽ തൊട്ടിട്ടില്ല, അറിയാമോ? അവരൊന്നും മിണ്ടിയിട്ടില്ല, അവരൊരു ഓപ്പറേഷനും ഇല്ല, ഒന്നുമില്ല, ചുമ്മാതിരിക്കുകയാണ്. ബംഗ്ലാദേശിൻ്റെ ഒരു മോഹമാണ് അബ്ബു വന്ന് ഞങ്ങളെ സഹായിക്കും. അബ്ബുവിന് താല്പര്യമില്ല അതിൽ. കാരണം ഈ സാധനം ഇസ്ലാമിൻ്റെ കയ്യിലാണ്, ജിഹാദികളുടെ കയ്യിലാണ് ബംഗ്ലാദേശ്. ജമാഅത്ത് എന്ന് പറയും, ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിയുടെ വേറൊരു രൂപം. അപ്പോൾ ഈ സാധനത്തിൻ്റെ കയ്യിൽ ഇരിക്കുന്ന സ്ഥലത്ത് പോയി തലവയ്ക്കാൻ ചൈനയ്ക്ക് ഭ്രാന്താണ്. അവരല്ലെങ്കിൽ തന്നെ അവരുടെ സിങ്കിയാങ് പ്രോവിൻസിൽ ഇവന്മാരെ വെടിവെച്ച് കൊല്ലുകയും ഇവൻ്റെ പള്ളിയൊക്കെ അടിച്ച് പൊളിച്ചിട്ട് ഇവൻ്റെ ബാങ്ക് വിളിയും കേൾക്കരുത്, ഒരു ചുക്കും കേൾക്കരുത് എന്നൊക്കെ പറഞ്ഞാണ് ചൈന അടിച്ച് നിൽക്കുന്നത്. അതിനിടയ്ക്ക് ഈ തലവേദന എന്തിന് ചൈന എടുത്ത് തലയിൽ വയ്ക്കണം? അവരിവിടില്ല, അവർക്ക് വേറെ പ്രശ്നങ്ങളുണ്ട്. തൈവാനുമായിട്ടുള്ള പ്രശ്നം, റഷ്യ വഴി ഉക്രൈനുമായിട്ടുള്ള പ്രശ്നം, ഇതിലൊക്കെയാണ് ചൈന നിൽക്കുന്നത്. മാത്രമല്ല ചൈന ഇങ്ങനെ അനാവശ്യമായിട്ട് ഒരു സ്ഥലത്തും അവർ മാറി നിന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കുന്നുള്ളതല്ലാതെ ഡയറക്റ്റായിട്ട് അവരിടപെടില്ല. ഇപ്പോൾ ബംഗ്ലാദേശ് വഴിയാധാരമായി കഴിഞ്ഞു. ഇറ്റ്സ് ഓൺലി മാറ്റർ ഓഫ് ഫ്യൂ ഡേയ്സ് ബംഗ്ലാദേശ് കീഴടങ്ങിയിട്ട് ഒഫീഷ്യലി ഭാരതത്തോടോ അല്ലെങ്കിൽ അമേരിക്കയോടോ ഇംഗ്ലണ്ടിനോടോ ഗൾഫ് നാടുകളിലോടോ ആരോടെങ്കിലും ഒഫീഷ്യലി ഞങ്ങൾ പൊളിഞ്ഞു ചേട്ടാ ഞങ്ങളെ ഒന്ന് സഹായിക്കണം എന്ന് പറയേണ്ടി വരും. യൂനിസിന് തിരിച്ച് അമേരിക്കയ്ക്ക് പോകാനും പറ്റില്ല.
കാരണം യൂനിസ് ബീഡൻ പോയി കഴിഞ്ഞാൽ യൂനിസിന് പട്ടി വിലയാണ്. പിന്നെ ഈ ട്രംപ് ഒരിക്കൽ ചോദിച്ചു, വേർ ഈസ് ദാറ്റ് മൈക്രോ ഫിനാൻസ് ഗൈ? അതെ, മൈക്രോ ഫിനാൻസ് ഗൈ. അല്ല സിനിജു, അത് സത്യമല്ലേ എന്ന് ആലോചിച്ച് നോക്കി. മൈക്രോ ഫിനാൻസിന് ഇനി അങ്ങനെ വലിയ മൈക്രോ ഫിനാൻസ് നടത്തിയെങ്കിൽ അതിന് സമ്മാനം കൊടുക്കേണ്ടത് നൊബേൽ സാമ്പത്തിക പുരസ്കാരം കൊടുക്കണം. ഈ നൊബേൽ സമാധാന പുരസ്കാരം കൊടുത്തത് എന്തിനാ? സമാധാനവും മൈക്രോ ഫിനാൻസും തമ്മിൽ എന്താ ബന്ധം? വേണമെങ്കിൽ വളഞ്ഞു ചുറ്റി മൂക്ക് പിടിച്ചൊക്കെ ബന്ധം സ്ഥാപിക്കാമെന്നേ ഉള്ളൂ. ബട്ട് അങ്ങർക്ക് കൊടുത്തത് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം. അങ്ങനെയാണെങ്കിൽ ഒരു 5 നോബൽ സമ്മാനം നമ്മുടെ വെള്ളാപ്പള്ളി നടേശന് കൊടുക്കേണ്ടതാണ്. അതേ ഈ മൈക്രോ ഫിനാൻസ് എത്ര ഭംഗിയായിട്ട് നടത്തുക. അതിൻ്റെ കൂടെയുള്ള കേസും നടത്തുന്നു. ഇവിടെ എന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞാൽ ഉടനെ പൊതു താല്പര്യ ഹർജി, അഴിമതി എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുമല്ലോ. അങ്ങനെ ആ കാരണവരുടെ പേരിൽ കേസും കൂട്ടമൊക്കെ ഉണ്ട്. അതെല്ലാം നടക്കുന്നുണ്ട്, മൈക്രോ ഫിനാൻസും നടക്കുന്നുണ്ട്. ഈ പരിപാടി ബംഗ്ലാദേശിൽ ചെയ്തതിനാണ് യൂനിസിന് അത് അമേരിക്ക മനഃപൂർവ്വം ഉണ്ടാക്കിയെടുക്കുകയായിരുന്നു. ഒരു അട്ടിമറി പ്രവർത്തനം നടത്തി അവിടെ സ്ഥാപിക്കാനായിട്ട് ഒരാളെ ഉണ്ടാക്കിയെടുത്തു. മൈക്രോ ഫിനാൻസ് പൊളിയുകയും ചെയ്തില്ലേ ബംഗ്ലാദേശിലത്? ആൾക്കാരുടെ കാശില്ലാതെ പിന്നെ എന്ത് മൈക്രോ ഫിനാൻസ്? ബേസിക് പൈസ വേണ്ടിയിരുന്നു. ഈ പൈസ റോൾ ചെയ്താണല്ലോ മൈക്രോ ഫിനാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആഫ്റ്റർ ആൾ ഇറ്റ് ഈസ് ഫിനാൻസ്. ഫിനാൻസ് കയ്യിലില്ലാത്തവന് എന്ത് മൈക്രോ ഫിനാൻസ് നടത്താൻ? സോ അതിൻ്റെ പാട്ടിന് ചിലയിടത്ത് നടക്കുന്നു, ചിലയിടത്ത് നടക്കുന്നില്ല, അതങ്ങ് പോയി. ഇപ്പോൾ ഇദ്ദേഹം അഡ്വൈസറായിട്ട് നടക്കുകയാണ്. ആരുടെ അഡ്വൈസർ എന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല. ഇങ്ങനെ ഒരു പ്രസ്ഥാനം ഞാൻ കണ്ടിട്ടില്ല. സാധാരണ ഇങ്ങനെ പ്രശ്നം വന്നു കഴിയുമ്പോൾ പട്ടാളമാണ് താൽക്കാലികമായിട്ട് ഏറ്റെടുക്കുന്നത്. പട്ടാളവും ഏറ്റെടുക്കുന്നില്ല. എന്നാൽ യൂനിസ് അഡ്വൈസ് ചെയ്യുന്നു, വേറെ ഏതോ ലീഗൽ അഡ്വൈസറുണ്ട്. അഡ്വൈസർ ഒരുപാടുണ്ട്. ഈ അഡ്വൈസ് ചെയ്യപ്പെടുന്ന ആളില്ലേ, അയാൾ ആരാന്ന് ആർക്കും അറിയില്ല. എല്ലാം അഡ്വൈസേഴ്സാണ്. അപ്പം ഇങ്ങനെ അരാജകത്വത്തിൻ്റെ കൊടുമുടിയിൽ നിൽക്കുകയാണ് ബംഗ്ലാദേശ്. നമ്മളാകെ 2 കാര്യമേ നോക്കുന്നുള്ളൂ. ഒന്ന്, എപ്പോഴാണ് ബംഗ്ലാദേശ് നമ്മുടെ തലയിൽ വരുന്നത്? നമ്പർ 2, എപ്പോഴാണ് നമ്മൾ ബംഗ്ലാദേശിൽ തലയിടേണ്ടത്? അതിനൊരു പ്രത്യേക സമയം നോക്കി തലയിടണം, അല്ലെങ്കിൽ ഊരാൻ പറ്റില്ല. മമതാ ബാനർജി പറയുന്നുണ്ട് UN ഇടപെടണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത്രയും പ്രശ്നം അവിടെ നടക്കുന്നു എന്ന് മമത പോലും സമ്മതിക്കുകയാണോ? അത് മമതയൊക്കെ വെറും ചോട്ടാകളാണ് ഈ ജമായത്തിൻ്റെയൊക്കെ കയ്യിൽ. ജമായത്തിനെ വെച്ച് അവർ വോട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് മമതയ്ക്ക് അവരോടുള്ള മമത. അതല്ലാതെ മമതയ്ക്ക് ഇവരുടെ ഡൈനമിക്സ് ഒന്നും അറിയില്ല. എനിക്കെല്ലാം അറിയാം എന്നുള്ളൊരു ധിക്കാരവും ഉണ്ട് താനും അവർക്ക്. അവരിത് കണ്ടപ്പോൾ അന്താളിച്ചു പോയി. യുണൈറ്റഡ് നേഷൻസ് അവരുവാ ഇവരുവാ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവർ പേടിച്ചിരിക്കുകയാണ്. ആ ആർജിക്കർ സംഭവത്തോടെ മമതയുടെ ഗ്രാഫ് താഴത്തേക്ക് പോയി. ബട്ട് സ്റ്റിൽ കഴിഞ്ഞ അസംബ്ലി ഉപതെരഞ്ഞെടുപ്പിൽ 6 സീറ്റും അവർ ജയിച്ചു കേട്ടോ. മമത ജയിച്ചു, വൻ ഭൂരിപക്ഷത്തോടെ ജയിച്ചു. BJPയുടെ ഒരു സീറ്റ് പിടിച്ചെടുത്തു. മൊത്തം 6 സീറ്റ്. അവർ 6 സീറ്റിലായിരുന്നു തെരഞ്ഞെടുപ്പ്. 6 അവർ ജയിച്ചു. അപ്പോൾ ജനങ്ങളുടെ ഇടയ്ക്ക് അവർക്ക് ഗ്രിപ്പ് നഷ്ടപ്പെട്ടിട്ടില്ല ഇപ്പോഴും. പക്ഷേ ഈ ബംഗ്ലാദേശ് പ്രശ്നം, അതിനുള്ള സൊല്യൂഷനൊന്നും മമതയുടെ കയ്യിലില്ല. അതുകൊണ്ട് അവരെന്തെങ്കിലുമൊക്കെ പറയും. യുണൈറ്റഡ് നേഷൻസ് വരണം. ഇത് അവിടെ വന്നല്ലോ ഓൾറെഡി. അമേരിക്ക അവിടെ വന്നു. പിന്നെ രക്ഷയില്ലാതെ എംബസിയും പൂട്ടി ഓടി. എന്തെല്ലാം സംഭവങ്ങൾ നടന്നു. ഇപ്പോൾ ലോകത്തിൻ്റെ തിരിച്ചടിയാണോ ബംഗ്ലാദേശിനെതിരെ? ലോകം ബംഗ്ലാദേശിനെ ഗൗരവമായിട്ട് എടുത്തിട്ടില്ല. ലോകം ഇവിടെ എൻഗേജ്ഡാണ്. റഷ്യ, ഉക്രൈൻ, ഇസ്രായേൽ, ലെബനൻ, പ്ലസ് ഇപ്പോൾ സിറിയയാണ് ടോപ്പ് പ്രിയോറിറ്റിയിൽ നിൽക്കുന്നത്. സിറിയയിലെ ബഹളമാണ്. അതുകൂടാതെ നോർത്ത് കൊറിയ, റഷ്യ തമ്മിൽ കരാറുണ്ടാക്കി. നോർത്ത് കൊറിയയുടെ 10,000 പട്ടാളക്കാർ റഷ്യയിൽ പോയി. റഷ്യയിലെ 60,000 പട്ടാളക്കാർ സിറിയയിലുണ്ട് എന്നുള്ള വിവരം ആദ്യമായിട്ട് പുറത്തു വന്നു. സിറിയയിലെ ഒരു പോർട്ടിൻ്റെ കൺട്രോൾ റഷ്യയുടെ കയ്യിലാണ് എന്ന് മനസ്സിലായി. അങ്ങനെ വലിയ പ്രശ്നങ്ങളുടെ നടുക്കാണ് ലോകം നിൽക്കുന്നത്. ബംഗ്ലാദേശ് അവരെ സമയത്ത് എന്തെങ്കിലും ചെയ്തോട്ടെ, ആകെ 4-3-7 പേര്, ചെറിയൊരു സ്ഥലം, എങ്ങനെയോ പോട്ടെ എന്നുള്ള രീതിയിലാണ് ഇപ്പം നിൽക്കുന്നത്. ഇനി ബാക്കി ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാവണമെങ്കിൽ ട്രംപ് വരണം. ട്രംപ് വന്നു കഴിയുമ്പോൾ വീണ്ടും ഒരു റീഅലൈൻമെൻറ്റ് ഉണ്ടാകും കാര്യങ്ങൾക്ക്. അതിനായിട്ട് കാത്തിരിക്കാം. അപ്പോൾ ട്രംപ് പറയുകയാണ് ഇനി നിങ്ങളെല്ലാം പൊക്കോ, യൂണിസിനെ ഓടിച്ചുവിടും, അങ്ങനെ നമുക്ക് പറയാമോ? എന്തായിരിക്കും ആ മനുഷ്യൻ ചെയ്യുന്നതെന്ന് അറിഞ്ഞുകൂടാ. കാരണം ട്രംപ് ഒറ്റയ്ക്കല്ലല്ലോ. ട്രംപിൻ്റെ കൂടെ ഇലോൺ മസ്ക്, വിവേക് രാമസ്വാമി,
തുളസി ഗബാർഡ്, കാഷ് പട്ടേൽ, ഇതുപോലത്തെ വൻ ടീമാണ് ട്രംപ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ അവരെല്ലാം ചേർന്ന ഒരു തീരുമാനമായിരിക്കും നടപ്പിലാകുക. ബംഗ്ലാദേശിനെ പാപ്പരാക്കുന്ന തീരുമാനം എന്ന് പറഞ്ഞ് നിർത്താമോ? പാപ്പരാക്കുന്ന തീരുമാനമല്ല, അവർ പാപ്പരായി കഴിഞ്ഞു. ബംഗ്ലാദേശ് ഇപ്പോൾ തന്നെ പാപ്പരായി കഴിഞ്ഞു. അവരുടെ കയ്യിൽ പൈസയൊന്നുമില്ല. അവരുടെ ടെക്സ്റ്റൈൽ മൊത്തം താഴത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. കാരണം ടെക്സ്റ്റൈലിൻ്റെ റോ മെറ്റീരിയൽ പഞ്ഞി പോകുന്നത് ബീഹാറിൽ നിന്ന്, കൂടുതലും ബീഹാറിൽ നിന്നും പിന്നെ ബംഗാളിൽ നിന്നുമാണ്. ഇപ്പോൾ ഈ പഞ്ഞിയുടെ പോക്ക് നിർത്തി നമ്മളുടെ ഇന്ത്യൻ ട്രേഡേഴ്സ് കമ്പനിക്കാരവിടെ ഉണ്ടായിരുന്നു, അവരൊക്കെ ജീവനം കൊണ്ട് രക്ഷപ്പെട്ടു. പിന്നെ പ്രൊഡക്ഷൻ ഇല്ലാതെയായി. പ്രൊഡക്ഷൻ ഇല്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യുന്നത്? ബംഗ്ലാദേശിൻ്റെ മെയിൻ എക്സ്പോർട്ടിൽ വൺ ഓഫ് ദി മെയിൻ എക്സ്പോർട്ട് ടെക്സ്റ്റൈലാണ്. ആ ടെക്സ്റ്റൈൽ കുറഞ്ഞു വരുന്നു പ്രൊഡക്ഷൻ. കാരണം അരക്ഷിതാവസ്ഥയിൽ ആർക്കും ഒരു പോസിറ്റീവ് കോൺട്രിബ്യൂഷൻ ചെയ്യാൻ സാധ്യമല്ല. അതൊക്കെ യുനെസ് മനസ്സിലാക്കണമായിരുന്നു. അങ്ങനെ വിചാരിച്ച് നോബൽ സമ്മാനം എന്ന് കേട്ട് കഴിയുമ്പോൾ ആൾക്കാർ വ്യാഖ്യാനിച്ചോളും. ഒന്നുമല്ല, അവിടെ നിന്ന് ഇട്ടിട്ട് ഇങ്ങ് തിരിച്ചു വന്നു. ബീഹാറിലും ബംഗാളിലും ഒക്കെ ഉള്ളവർ തിരിച്ചു വന്നു. ഒറിജിനൽ ബംഗ്ലാദേശികൾ അവിടെയുണ്ട്, അവരാണ് ഈ സമരമൊക്കെ ചെയ്യുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.